97ാമത് ഓസ്കാർ നോമിനേഷൻ പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. കാലിഫോർണിയയിലെ സാമുവൽ ഗോൾഡ്വിൻ തിയേറ്ററിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിയോടെയാണ് പ്രഖ്യാപനം. 24 ഇനങ്ങളിലേക്കുള്ള ഓസ്കാർ നോമിനേഷൻ പട്ടികയാണ് ഇന്ന് പ്രധാനമായും പുറത്തുവിടുക. അതിൽ മലയാളി സാന്നിധ്യം അല്ലെങ്കിൽ മലയാള സിനിമാ സാന്നിധ്യം എന്ന് പറയുന്നത് ബ്ലസ്സി ചിത്രമായ ആടുജീവിതവും കാൻസ് ചിത്രമായ ഓൾ വി ഇമാജിനസ് ലൈറ്റും കൂടിയാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്. ഒട്ടനവധി ഇന്ത്യൻ ചിത്രങ്ങൾ ഈ ഒരു പട്ടികയിൽ പ്രഥമ പരിഗണനയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നത് ഈ ഒരു ആടുജീവിതവും അതേപോലെ തന്നെ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ ചിത്രം ഓൾ വി ഇമാജിനസ് ലൈറ്റുമാണ്. അതിപട്ടികയിലൊക്കെ പ്രഥമ പരിഗണനയിൽ 323 ചിത്രങ്ങളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. അത് പിന്നീട് 207 ചിത്രങ്ങളിലേക്ക് ചുരുങ്ങുന്നു. ഇപ്പോൾ ഇന്നത്തെ നോമിനേഷൻ പട്ടിക വരുമ്പോൾ 10 ചിത്രങ്ങളായിരിക്കും പ്രധാനമായും ആ ഒരു നോമിനേഷൻ പട്ടികയിൽ ഉണ്ടാവുക. ഇന്ത്യൻ സമയം രാത്രി 10 മണിയോടെയാണ്, അതായത് അമേരിക്കൻ സമയം ഇന്ന് ഈ ഒരു ദിവസം 23 രാവിലെ 8:30 ഇന്ത്യൻ സമയം കണക്കാക്കുമ്പോൾ അത് 10 മണിയാണ്. സാമുവൽ ഗോൾഡ്വിൻ തിയേറ്ററിലാണ്. അടുത്ത മാസം മാർച്ച് മാസം 2-ാം തീയതിയാണ് ഇതിൻ്റെ ഓസ്കാർ അവാർഡ് ദാനം പ്രധാനമായും വരിക. ഡോൾബി തിയേറ്ററിലാണ്, ലോസ് ഏഞ്ചലസിലെ ഡോൾബി തിയേറ്ററിലാണ് എല്ലാ കൊല്ലവും ഈ ഒരു ഓസ്കാർ അവാർഡ് വിതരണം നടക്കാറുള്ളത്. എന്നിരുന്നാലും ഈ ഒരു 23 അല്ലെങ്കിൽ ഇന്ന് നോമിനേഷൻ പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ നേരത്തെ തന്നെ ഒരു തീയതി കൃത്യമായി പ്രഖ്യാപിച്ചിരുന്നു. 17-ാം തീയതിയായിരുന്നു, ജനുവരി 17-നായിരുന്നു ഈ ഒരു നോമിനേഷൻ പട്ടിക പുറത്തുവിടുമെന്നെല്ലാം അക്കാഡമി അധികൃതർ പറഞ്ഞിരുന്നത്. പക്ഷേ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിൽ വലിയ രീതിയിൽ തീപിടുത്തം വ്യാപകമായി പടർന്നതുകൊണ്ട് പിന്നീട് അത് വലിയ രീതിയിൽ വോട്ടർമാരെ ഈ ഒരു ചിത്രങ്ങളിലേക്കും അതേപോലെ തന്നെ ഇതിലെ ഇനങ്ങളിലേക്കെല്ലാം ചിത്രങ്ങളെയും അതേപോലെ തന്നെ താരങ്ങളെയും തിരഞ്ഞെടുക്കുന്ന വോട്ടർമാരെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഈ ഒരു തീപിടുത്തം. അതുകൊണ്ട് തന്നെ 17 എന്നുള്ളത് പിന്നീട് 19ലേക്കും പിന്നീട് അത് 23ലേക്കുമൊക്കെ മാറ്റുകയായിരുന്നു. ഇനിയിപ്പോൾ മാർച്ച് 2 അവാർഡ് ദാന ചടങ്ങിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ലോസ് ഏഞ്ചലസ് തീപിടുത്തം വീണ്ടും ബാധിക്കുമോ എന്നുള്ളൊരു സംശയം കൂടി അധികൃതർക്ക് നിലനിൽക്കുന്നുണ്ട്. നിലവിൽ മാർച്ച് 2-ാം തീയതി അവാർഡ് ദാനം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു അവാർഡ് ദാന നോമിനേഷൻ പട്ടിക പ്രഖ്യാപനവും മാറ്റിവെക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും അധികൃതർക്കുണ്ട്. കാരണം ഇന്ന് വീണ്ടും കാട്ടുതീ ലോസ് ആഞ്ചലസിൽ പടർന്നൊരു സാഹചര്യം കൂടിയാണ്. നിലവിൽ ഇപ്പോൾ കൃത്യമായ സമയക്രമം അനുസരിച്ച് തന്നെ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10 മണിയോടുകൂടിയാണ് 24 ഇനങ്ങളിലേക്കുള്ള ഓസ്കാർ നോമിനേഷൻ പട്ടിക സാമുവൽ ഗോൾഡ്വിൻ തിയേറ്ററിൽ പ്രഖ്യാപിക്കുക.